അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 15 ദിവസമായി ചികിത്സയിലുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് കുട്ടിയുടെ അമ്മയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നെന്ന നിഗമനം. മേഖലയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അതേസമയം തലക്കുളത്തൂർ സ്വദേശിയുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു വൈറസ് പിടികൂടിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടെത്താനായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 3 മാസം പ്രായമായ ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ ആ കുട്ടി ഓമശ്ശേരി സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ തലക്കുളത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരു 31-കാരനും. അങ്ങനെ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ഈ കുട്ടി 15 ദിവസത്തോളമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. മൂർച്ഛിച്ച പനി ആയിരുന്ന അവസ്ഥയിലാണ് കുട്ടിയുടെ ഈ സ്രവം അല്ലെങ്കിൽ ബ്ലഡ് അടക്കമുള്ളവ പരിശോധിക്കുന്നത്. അങ്ങനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയുടെ മാതാവിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നുമാണ് ഈ വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രദേശത്ത് പരിശോധന നടത്തുകയും കുളം വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ മറ്റാർക്കും തന്നെ, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മറ്റാർക്കും തന്നെയോ നിലവിൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെയില്ല. നിലവിൽ കുട്ടിക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 31 വയസ്സുകാരനായിട്ടുള്ള മറ്റൊരാൾക്കും, തലക്കുളത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടത് എന്നതിനെ പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. മേഖലയിലാകെ തന്നെ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പ്രദേശത്താകെ തന്നെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ വൈറസ് ബാധ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി സ്വദേശിയായിട്ടുണ്ടായിരുന്ന 9 വയസ്സുകാരി രോഗബാധയെ തുടർന്ന് മരിച്ചത്. അതിനാൽ തന്നെ ജില്ലയിൽ ആകമാനം ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ താമരശ്ശേരി മേഖലയിൽ. കാരണം ആ കുട്ടി ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് ഈ രോഗബാധ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുളത്തിൽ കൂടെ കുളിച്ചിരുന്ന സഹോദരങ്ങൾക്കും അതോടൊപ്പം തന്നെ സഹപാഠികൾക്കും രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു.